الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فيا أيها الناس أوصيكم عباد الله بالتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون മുഅ്മിനുകളെ അല്ലാഹുവിന് തഖ്വ ഉള്ളവരായിരിക്കുവാൻ ഇഹപര ജീവിത വിജയം കരസ്ഥമാക്കുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളോട് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ചിട്ടപ്പെടുത്തുവാനും ജീവിതത്തിലുടനീളം അച്ചടക്കം പാലിക്കുവാനും മുസ്ലിമുകളായി ജീവിച്ച് അതേ നിലയിൽ മരണപ്പെടുവാനും ആഗ്രഹിക്കണമെന്നും അതിനായി യത്നിക്കണമെന്നും എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തെ നിരന്തരമായ മാറ്റങ്ങൾക്ക് വിധേയമാക്കുന്നത് നാം കാണുന്ന കാഴ്ചകളും കേൾക്കുന്ന കേൾവികളും പരിവർത്തിതമാകുന്നതിന് ഉപോത്ബലകമായി വന്നുകൊണ്ടിരിക്കുന്ന ചിന്തകളും സർവോപരി ജീവിത പാഠങ്ങളും നമ്മളെ സ്വാധീനിക്കുന്നു. അതാണ് ഒരു നൈരന്തര്യം എന്ന നിലയിൽ ജീവിതത്തെ മാറ്റുവാൻ നമ്മൾ ശ്രമിക്കുന്നത്. അതിന് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ 12 സ്ഥലങ്ങളിൽ പ്രതിപാദിച്ച ഏതാനും ആയത്തുകൾ വളരെ വലിപ്പമുള്ളതാണ്. ചില കാഴ്ചകൾ സ്വമേധയാ അവരവരിൽ ശാന്തമായ ചിന്തകൾ ഉടലെടുക്കുന്നതിന് കാരണമാകുന്നു. ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയ ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, കുന്തു നഹൈതുക്കും അൻ സിയാറത്തിൽ ഖുബൂർ ഫസൂറുഹാ ഫഇന്നഹാ തുദക്കിറുക്കും അൽ ആഖിറ. ഖബറുകൾ സന്ദർശിക്കുന്നത് നിങ്ങളിൽ ഞാൻ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നതാണ്. ഇത് ഇസ്ലാമിലെ ആദ്യകാലമാണ്. എന്നാൽ മദീന ജീവിതത്തിൻ്റെ ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഇനി നിങ്ങൾ ഖബറുകൾ സന്ദർശിക്കുക. എന്തിനാണ് കാണുന്നത് ഖബറുകൾ? അത് അള്ളാഹുവിൻ്റെ റസൂൽ ഉണർത്തിയത് ഫഇന്നഹാ തുദക്കിറുക്കും അൽ ആഖിറ, നിങ്ങളിൽ നാളെയെക്കുറിച്ചുള്ള മരണത്തെ സംബന്ധിച്ചും മരണത്തിനപ്പുറവുമുള്ള
ജീവിതത്തെക്കുറിച്ചും നിങ്ങളുടെ ഒറ്റപ്പെടലിനെ കുറിച്ചും ഈ ലോകത്താരും നിങ്ങളെ കേൾക്കാൻ കഴിയാത്ത വിധം നിങ്ങൾ ലോകത്ത് ഒരാൾക്കും നിങ്ങളെ കാണാൻ കഴിയാത്ത വിധം ഭൂമിയിൽ മറയ്ക്കപ്പെടുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ മനസ്സിൽ രൂപപ്പെടുത്തും. അതുകൊണ്ട് നിങ്ങൾ ഖബറുകൾ സന്ദർശിക്കുക എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ ഉണർത്തുകയുണ്ടായി. മറ്റൊരു പ്രസിദ്ധമായ വചനത്തിൽ സഹീഹ് മുസ്ലിമിലും സുനനിൻ്റെ കിതാബുകളിലുമൊക്കെ ഉദ്ധരിച്ച പ്രസിദ്ധമായ ഒരു ഹദീസ്, കുൻ ഫിദ്ദുനിയാക അന്നക ഗരീബ് ഔ ഗാബിറു സബീൽ ഫറുദ്ദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ. 3 കാര്യങ്ങളാണ് ഈ ഹദീസിൽ ഉണർത്തുന്നത്. അതിലൊന്ന്, ദുനിയാവിൽ ഈ ഭൗതിക ലോക ജീവിതത്തിൽ നീ ഏകനാണ് എന്ന അറിവിൽ നീ ജീവിക്കുക. നീ ഒരു അപരിചിതനാണ്. നമ്മുടെ പരിചയങ്ങളും ബന്ധങ്ങളും അടുപ്പങ്ങളും സൗഹൃദങ്ങളുമെല്ലാം പരിമിതത്വങ്ങൾ നിറഞ്ഞതായതുകൊണ്ട് തന്നെ നീ ഒരു ദേശാന്തരിയാണ്, നീ ഒരു അപരിചിതനാണ്. അല്ലെങ്കിൽ ഒരു വഴി മുറിച്ച് കടക്കുന്ന വേഗതയിലാണ് നിന്റെ സഞ്ചാരം. ഫഉദ്ദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ. ഖബറാളികളെ നീ കാണുമ്പോൾ നിന്നെ അതിലൊരാളായിട്ട് നീ കാണുക. അപ്പൊ ഈ കാഴ്ച വ്യക്തിയിൽ അധിഷ്ഠിതമാവുകയും വ്യക്തിയെ സ്വയം ചിന്തയ്ക്ക് പ്രേരിപ്പിക്കുകയും അവൻ്റെ ആയുസ്സിനെ കുറിച്ച് അവന് ബോധ്യത നൽകുകയും ചെയ്യുന്നു ഈ 2 നബിവചനങ്ങൾ. എന്നാൽ വിശുദ്ധ ഖുർആനിലേക്ക് വരുമ്പോൾ കേവലം ചില ചെറിയ സ്ഥലങ്ങളിൽ ഒതുങ്ങാത്ത കാഴ്ചകളെ സംബന്ധിച്ചാണ് അള്ളാഹു ആവശ്യപ്പെട്ടത്. അഫലം യസീറു ഫിൽ അർള് ഫയൻളുറു കൈഫ കാന ആഖിബത്തുല്ലദീന മിൻ ഖബലിഹിം വലദാറുൽ ആഖിറത്തി ഖൈറുൽ ലില്ലദീന തഖൗ അഫലാ തഅഖിലൂൻ. സൂറ യൂസുഫ്. ഇവിടെ അഫലം യസീറു ഫിൽ അർള്, അവർ ഭൂമിയിൽ നടന്ന് കാണാത്തത് എന്താണ്, സഞ്ചരിച്ച് മനസ്സിലാക്കാത്തത് എന്താണ്, അവർ യാത്ര ചെയ്ത് ഗ്രഹിക്കാത്തത് എന്താണ്? സിയാറത്താണ് അവിടെയും ഉദ്ദേശിച്ചത്. ഫയൻളുറു കൈഫ കാന ആഖിബത്തുല്ലദീന മിൻ ഖബലിഹിം, അവർക്ക് മുൻപ് കഴിഞ്ഞുപോയ തലമുറകൾ, അത് ആബാലവൃദ്ധം ജനങ്ങളാണ്. കാലങ്ങളുടെ പഴക്കത്തിൽ അവരിൽ പലരും വിസ്മൃതിയിലാണ്ടുപോയി, പലതിനെയും ഓർത്തെടുക്കാൻ കഴിയില്ല. പക്ഷെ അവരൊക്കെ ഭൂതലത്തിൽ ജീവിച്ചിരുന്നപ്പോൾ ശക്തരും മല്ലരും അധികായരും ശ്രേഷ്ഠരും മഹത്വമുള്ളവരും അങ്ങനെ പലതുമായി ജീവിച്ചതാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് റൂമിൽ മുൻ കഴിഞ്ഞുപോയ തലമുറകളുടെ കഴിവുകളുടെ ആകത്തുക വിവരിക്കുന്ന ഒരു വചനമാണ് സൂറത്ത് റൂം. അവിടെ അള്ളാഹു പറയുന്നതും ആരംഭിക്കുന്നത് തന്നെ അവലം യസീറു ഫിൽ അർള്, അവരെന്താണ് ഭൂമിയിൽ സഞ്ചരിക്കാത്തത്. ഫയൻളുറു കൈഫ കാന ആഖിബത്തുല്ലദീന മിൻ ഖബലിഹിം, അവർക്ക് മുൻപ് കഴിഞ്ഞുപോയ തലമുറയുടെ പര്യവസാനം അവരെങ്ങനെ ആയിരുന്നു എന്നറിയലല്ല, അവരെങ്ങനെയൊക്കെയാണ് ഈ ഭൂമിയെ ഉപയോഗിച്ച് ജീവിച്ചത് എന്ന പഠനവുമല്ല, അവരിൽ ഓരോരുത്തരുടെയും പര്യവസാനം എന്തായിരുന്നു അത് ഉറ്റുനോക്കുക, ശ്രദ്ധിക്കുക, ഗഹനതയോടെ പഠിക്കുക എന്നതാണ്. ഇപ്പൊ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ
റസൂലുള്ള പഠിപ്പിച്ച ഒരു വലിയ ദുആയുണ്ട്. 3 വാക്കുകളെ അതിനകത്തുള്ളൂ. അത് വളരെ വലുതാണ്. അല്ലാഹുമ്മ അഹ്സിൻ ആഖിബത്തന ഫിൽ ഉമൂരി കുല്ലിഹാ വ അജ്റിനാ മിൻ ഖിസിയിദ് ദുനിയാ വൽ ആഖിറ. അഹ്മദ് ബിൻ ഹംബൽ അലൈഹി റഹ്മയുടെ മുസ്നദിൽ ഉദ്ധരിച്ച സ്വീകാര്യയോഗ്യമായൊരു വചനമാണ്. അവിടെ നമ്മൾ ആവശ്യപ്പെടുന്നത്, നിരന്തരമായി നമ്മൾ ചോദിക്കുന്നത്, അല്ലാഹുമ്മ അഹ്സിൻ ആഖിബത്തന, ഞങ്ങളുടെ പര്യവസാനം നീ നന്നാക്കി തരണം. നമ്മളെങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു ആ ജീവിതത്തെ നന്നാക്കാനല്ല, ജീവിതത്തിനൊരു ഒടുക്കമുണ്ട്. അത് പ്രായാധിക്യത്തിലേക്ക് എത്തുമ്പോൾ വിശിഷ്യ. അല്ലാഹുമ്മ അഹ്സിൻ ആഖിബത്തന, ഞങ്ങളുടെ പര്യവസാനം നീ ഗുണത്തിലാക്കണം, നന്മയിലാക്കണം, ഇഹ്സാനിലാക്കണം. ഫിൽ ഉമൂരി കുല്ലിഹ, എല്ലാ കാര്യങ്ങളിലും ഞങ്ങളുടെ പര്യവസാനം നീ നന്നാക്കണം. വ അജ്റിനാ മിൻ ഖിസിയിദ് ദുനിയാ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും നിന്ദ്യമായി തീരാവുന്ന, പരിഹാസ്യമാകാവുന്ന, ആളുകൾ അവഹേളിക്കാവുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നീ അഭയം നൽകണമേ എന്നാണ് ആ ദുആ. ഇതെല്ലാവർക്കും മനഃപ്പാടമുള്ളൊരു പ്രാർത്ഥനയാണ്. ഇത് ഈ ലോകത്ത് നമുക്ക് മുൻപ് കഴിഞ്ഞു പോയ നമ്മുടെ മുൻ തലമുറകളെ കുറിച്ചുള്ള ഒരു അന്വേഷണമാണ് ഈ ആയത്ത്. അവരെങ്ങനെയൊക്കെ ജീവിച്ചു എന്ന് പറയാൻ നമുക്ക് വലിയ 4 നാവുണ്ടാവും. അവരിൽ ഓരോരുത്തരുടെയും കഴിവുകൾ, അവർ പ്രാപിച്ചത്, അവരെത്തിപ്പെട്ടത്, അവർ സമ്പാദിച്ചത്, അവരവിശേഷിപ്പിച്ചത്, ഈ ലോകത്തവരുടെ ഹുജ്ജത്ത് എന്തായിരുന്നു എന്നൊക്കെ നമുക്ക് പറയാൻ, അത് എഴുതാൻ, അത് വായിക്കാൻ നമുക്ക് വളരെ ജിജ്ഞാസയും ഉത്സാഹവും ഉണ്ട്. പക്ഷെ ഖുർആൻ ഇവിടെ പറയുന്നത് അതിനോടൊപ്പം നമ്മൾ എത്തിച്ചേരേണ്ടത് എവിടെയാണ്, നമ്മുടെ മുൻ തലമുറകളുടെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്നതാണ് നീ പഠിക്കേണ്ടത്. ആഖിബത്താണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, കാനു അഷദ്ദ മിൻഹും ഖുവ്വത്തൻ വ അസാറു അൽ അർള വ അമറൂഹ അക്സറ മിമ്മാ അമറൂഹ. സൂറത്ത് റൂമിലെ ആയത്താണത്. അവരിൽ കാനു അഷദ്ദ മിൻഹും ഖുവ്വ, അവർ അതിശക്തരായിരുന്നു. ആ ഖുവ്വത്ത് എന്ന വാചകത്തെ ഒരു 5-6 ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന പദമായിട്ടാണ് പൂർവികർ വ്യാഖ്യാനിച്ചത്, ഈ ആധുനികരല്ല. പൂർവിക മഹത്തുക്കളും ഇമാമുകളും ഖുവ്വത്തിന് നൽകിയത് ശരീര കായ ബലം മാത്രമല്ല, അവരുടെ കാഴ്ചപ്പാടിൻ്റെ മൂർച്ചയേറിയ ശക്തിമത്തായ തീരുമാനങ്ങൾ, അവർ അടക്കി ഭരിച്ചിരുന്ന അധികാര രീതികൾ. വ അസാറു അൽ അർള, അവർ ഭൂമിയിൽ അവശേഷിപ്പുകൾ ഉണ്ടാക്കി. അവരുടെ വലിയ വലിയ കോട്ട കൊത്തളങ്ങൾ, വലിയ നിർമ്മിതികൾ, അത്യാത്ഭുതം തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പലതും അവർ നിർമ്മിച്ചിരുന്നു. ഇപ്പൊ സുലൈമാൻ നബി അലൈഹിസ്സലാം കീഴ്പ്പെടുത്തിയ തൻ്റെ ജോലിക്കാരെ സംബന്ധിച്ച് ഖുർആൻ എടുത്തു പറഞ്ഞ ഒരായത്തില്, സൂറത്ത് നംല്, അതിൽ അള്ളാഹു അറിയിച്ചത് സുലൈമാന് നൽകിയ ഒരു പ്രവാചകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് നൽകപ്പെട്ടൊരു വലിയ കഴിവാണ്. അദ്ദേഹത്തിന്റെ ആജ്ഞാനുസാരം അവർ ചെയ്തു കൊടുത്ത കാര്യങ്ങൾ എടുത്ത് പറയുന്നുണ്ട്. യഅ്മലൂന ലഹു മിൻ മഹാരീബ വതമാസീല വജുഫാനിൻ കൽ ജവാബ് വഖുദൂരിർ റാസിയാത്ത് യഅ്മലു ആല ദാവൂദ ശുക്ര ഇന്ന ഖലീലൻ മിൻ ഇബാദിയ ശക്കൂർ. അവിടെ ജനങ്ങൾ അന്ന് പണിത തൊഴിലാളികളുടെ നിർമ്മിതികളുടെ വലിപ്പം പറയുന്നതാണ് ആയത്ത്.
അത് അത്ര വലുതായിരുന്നു. നമ്മളിപ്പോ എല്ലാ ചരിത്രം പഠിക്കുമ്പോഴും അങ്ങനെയാണല്ലോ. നമ്മൾ ഇന്ത്യയെ കുറിച്ച് പഠിക്കുമ്പോൾ ഓരോ സാമ്രാജ്യങ്ങളുണ്ട്. ആ കാലഘട്ടത്തിൽ അവർ ഇന്ത്യയിൽ പടുത്തുയർത്തിയതും ഉണ്ടാക്കിയതും അവശേഷിപ്പിച്ചതുമായ ഒരുപാട് സാംസ്കാരിക സൗധങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുക. അങ്ങനെ ജയങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത്. അതെന്തേലും ആകട്ടെ. ഇവിടെ പറഞ്ഞത് യഅ്മലൂന ലഹു, സുലൈമാനിന് അവർ പണിയെടുത്ത് ഉണ്ടാക്കി കൊടുത്തു. മിൻ മഹാരീബ, വലിയ ജല തടാകങ്ങൾ. ഒരു ചെറിയൊരു സ്വിമ്മിംഗ് പൂളിനെ കുറിച്ചല്ല ഈ പറയുന്ന വാക്ക്. മഹാരീബുകളാണ്. അത് ലോകത്തെവിടെയും ആളുകൾ ആകർഷിക്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗം ഈ മഹാരീബുകളാണ്. വലിയ ജലാശയങ്ങളുടെ സംഭരണികൾ. തമാസീല, രണ്ട് ലോകമെമ്പാടും നിർമ്മിക്കപ്പെട്ട നിർമ്മാണങ്ങളിൽ കൗശലം നിറഞ്ഞതും ഏറെ മനുഷ്യരെ ഒരുപാട് ചരിത്രത്തിലേക്ക് കൊണ്ടുപോകുന്ന നിർമ്മിതിയാണ് തിംസാലുകൾ. ഫോട്ടോ അല്ലെങ്കിൽ കൊത്തിയുണ്ടാക്കുന്ന വസ്തുക്കൾ, രൂപപ്പെടുത്തപ്പെടുന്ന ശിലകൾ, അങ്ങനെ തുടങ്ങി പലതും. അത് ഓരോന്നിനും ഓരോ അർത്ഥവും വിശദീകരണവും ഒക്കെ ഉണ്ടാവും. നമ്മുടെ നാട്ടിൽ തന്നെ മലമ്പുഴയിൽ കാനായിയുടെ ഒരു കരകൗശല നിർമ്മിതി നമുക്ക് കാണാം എന്നതുപോലെ ഒരു ഉദാഹരണം ഇങ്ങേറ്റത്ത് സൂചിപ്പിച്ചതാണ്. വജുഫാനിൻ കൽ ജവാബ്, വലിയ ഭക്ഷണത്തളികകളാണ്. അപ്പോൾ നൂറുകണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടി ഭക്ഷണം കഴിക്കാവുന്ന, താമസിക്കാവുന്ന എടുപ്പുകളും മറ്റു തര കാര്യങ്ങളും. വഖുദൂരിർ റാസിയാത്ത്, പഞ്ചലോകങ്ങൾ ഉപയോഗിച്ചുണ്ടാക്കിയ ഉപകരണങ്ങൾ ഓരോന്നും. ഏതാണ്ട് അതാണല്ലോ ഇപ്പൊ ലോകത്ത് എവിടെയും മ്യൂസിയം എന്നത് ആകർഷിക്കപ്പെടുന്നത്. അവിടെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മുൻ തലമുറ ഉപയോഗിച്ചിരുന്ന വൈവിധ്യം നിറഞ്ഞ വസ്തുവകകളുടെ ശേഖരണങ്ങളാണ്. അപ്പൊ അത് നമ്മളെ പഠിപ്പിക്കുകയാണ് ആ പാഠം. അത് നമ്മൾ ഓരോ മ്യൂസിയത്തിലും ചെല്ലുമ്പോഴാണ് മുൻഗാമികൾ അവരുപയോഗിച്ച ചെയറുകൾ, ഇരിപ്പിടങ്ങൾ, കിടക്കാൻ ഉപയോഗിച്ച ശയ്യയുടെ വിവിധ തരം രൂപങ്ങൾ, ഏറ്റവും ചുരുങ്ങിയത് ഭക്ഷണം തൂക്കിയിടുന്ന ഉപയോഗിക്കുന്ന ഉറികൾ മുതൽ, ഊഞ്ഞാലുകൾ മുതൽ, വിളക്കുകൾ മുതൽ, മോതിരങ്ങൾ മുതൽ, അക്കാലഘട്ടത്തിലെ നാണയങ്ങൾ, അങ്ങനെ തുടങ്ങി പടയങ്കിയും പടത്തൊപ്പിയും വാളുകളും പരിചകളും, ഇതെല്ലാം ഒരു മ്യൂസിയത്തിൽ വൈവിധ്യമായി ക്രമമായി അടുക്കി വച്ചിരിക്കുന്നു. ഇപ്പൊ ഇസ്ലാമിക ചരിത്രം ഒരു 15 നൂറ്റാണ്ട് മുൻപിലേക്ക് പോയി പഠിക്കുന്നതിന് തുർക്കിയിലെ ഒരു മ്യൂസിയം കണ്ടാൽ മതിയാവും. അതിൽ റസൂലുള്ളയുടെ മാത്രമല്ല, നബി ഉപയോഗിച്ചൊരു വടിയുണ്ട്, ഖുത്ബയ്ക്ക് കയറുമ്പോൾ പിടിച്ചിരുന്നത്. ഫാത്തിമ അലൈഹിർ റഹ്മയുടെ വസ്ത്രമുണ്ട് അതേ നിലയിൽ തന്നെ, പേർഷ്യൻ നിർമ്മിതമാണ്. ആ ശൈലി അതാണ്, അതിൻ്റെ പാറ്റേൺ ആ രീതിയിലുള്ളതാണ്. അതെത്രയോ രൂപാന്തരങ്ങൾക്ക് വിധേയമായിട്ടാണ് ഇന്ന് ചുരിദാറായി വന്നത്. 4 ഖലീഫമാര് ഉപയോഗിച്ച വാളുകൾ, അലി റളിയല്ലാഹു അൻഹുവിന്റെ 2 തലകളുള്ള ദുൽഫിഖാർ, അങ്ങനെ ഇത് പലതും കാണാം. ഞാനിത് പറഞ്ഞു വന്നത് ജുഫാനിൻ കൽ ജവാബി വ ഖുദൂരിർ റാസിയാത്ത്, ഇതെല്ലാം അവര് നിർമ്മിച്ചു. അപ്പൊ ഖുർആൻ പറഞ്ഞത് കാനു അഷദ്ദ മിൻഹും ഖുവ്വ, ശേഷിയിൽ, തൻ്റെ ഇടത്തിൽ, ശക്തിയിൽ, കണ്ടെത്തലുകളിൽ ഇന്ന് കാണുന്ന ജനങ്ങളെക്കാൾ അതിശക്തരായിരുന്നു അവരെല്ലാം. അവരാരും നിസ്സാരക്കാരായിരുന്നില്ല. പിന്നെ എന്താണ് ഇതിനകത്ത് നമ്മൾ കണ്ടുപഠിക്കാനുള്ളത്? അവരുടെ പര്യവസാനം എന്തായിരുന്നു? ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ കണ്ട് പഠിക്കാൻ വേണ്ടി പറയുന്ന ആയത്തുകളിൽ പല വിഷയങ്ങളാണ് കോർത്തിണക്കിയത്. അതിലൊന്ന് ഇതാണ്, വഅമറൂഹ അക്സറ മിമ്മ അമറൂഹ, അവര് സംസ്കൃതികൾ രൂപപ്പെടുത്തി. സംസ്കാരം അത് ലോക ജനതയെ മുഴുവനും ചൂഴ്ന്നു നിൽക്കുന്ന സംസ്കാരത്തിന്റെ ഈറ്റില്ലമായി അവരും അവരുടെ പ്രദേശത്തെയും മാറ്റിമറിച്ചു. ഇന്നും നമ്മൾ അങ്ങനെയാണ് പഠിക്കുന്നത്. അത്ര വലിയ വലിയ ആളുകളായിരുന്നു.
ഖുർആനിൽ അഫലം യസീറു ഫിൽ അർള്, എന്താ അവര് ഭൂമിയിൽ നടന്ന് കാണാത്തത്, സഞ്ചരിച്ച് മനസ്സിലാക്കാത്തത്? എന്താണ് അതുവഴി ഉണ്ടാകുന്നത്? ഇപ്പൊ ഖബറ് കണ്ടാലും ഒരു വിശ്വാസി ഒരു ഏകനായി ഒരു അപരിചിതനായി ജീവിച്ചാലും അവന് മനസ്സിലാക്കാനുള്ള പാഠം ഖുർആൻ പറഞ്ഞെടുത്ത് സൂറത്തുൽ ഹജ്ജ്, ഫതകൂന ലഹും ഖുലൂബുൻ യഅഖലൂന ബിഹാ, ചിന്തിക്കാൻ കഴിവുള്ള ഒരു ഹൃദയം, മനസ്സ് അവനുണ്ടാകുമായിരുന്നു. അപ്പൊ ഖബറ് കാണുന്ന ഒരാൾക്കും ഉണ്ടാവും. കഴിഞ്ഞുപോയ തലമുറകളുടെ അവശേഷിപ്പുകൾ അവർ ജീവിച്ച ഭൂപ്രദേശങ്ങളിലൂടെ പോകുമ്പോൾ കണ്ട് മനസ്സിലാക്കി അറിയുന്ന ആ അറിവുകൾ ചിന്തയെ ഉണ്ടാക്കി നൽകും, ചിന്ത വർദ്ധിപ്പിക്കും, ഓർമ്മകളിൽ ഒരുപാട് ആലോചനകൾ ഉണ്ടാക്കും. ഫതകൂന ലഹും ഖുലൂബുൻ യഅഖലൂന ബിഹാ, നിങ്ങൾക്കതുവഴി ചിന്താർഹമായ ഹൃദയങ്ങൾ നൽകും. ഔ ആദാനുൻ യസ്മഊന ബിഹാ, ഇനി ഏതൊരു വാക്കും കേട്ടിട്ട് അത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കേൾവി നിങ്ങൾക്ക് നൽകും. ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾക്കും ഇഷ്ടമല്ലാത്തത് ഉപദേശങ്ങളാണ്, ഏത് പ്രായത്തിലുള്ളവർക്കും. പ്രായം കുറഞ്ഞവരാണെങ്കിൽ വളരെ നിസ്സാരമായിട്ട് അത് തള്ളിക്കളയും. പ്രായമുള്ളവരാണെങ്കിൽ ഞങ്ങൾക്കിതൊക്കെ അറിയാം, നിങ്ങളെക്കാൾ 2 ഓണം ഞങ്ങൾ കൂടുതൽ ഉണ്ടതാണ് എന്നൊക്കെ മറുപടി പറയും. കാരണം ആർക്കും ഈ ഉപദേശം താല്പര്യമൊന്നുമില്ല. അതുണ്ടാകും. എന്ത് കാണുമ്പോഴാ? ഈ ഭൂമിയിൽ നമ്മൾ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ, സമീപ പ്രദേശങ്ങളിൽ, പ്രാന്തപ്രദേശങ്ങളിൽ, വനഭാഗങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ സൂറത്തുൽ ബഖറ അങ്ങനെ പോയ ഒരാളെ ഖുർആൻ എടുത്ത് ഉദാഹരിച്ചിട്ടുണ്ട്. ഔക്കല്ലദീ മർറ അലാ ഖറിയത്തിൻ ഫഹിയ ഖാശിയ, ഔക്കല്ലദീ മർറ അലാ ഖറിയത്തിൻ വഹിയ ഖാവിയത്തുൻ അലാ ഉറൂഷിഹാ. അല്ലെങ്കിൽ ഒരാള് നിങ്ങൾ പഠിക്കുക, അയാൾ വനങ്ങളിലൂടെ ഇങ്ങനെ പോവുകയാണ്. വഴി ഒറ്റടിപ്പാത ഏതെങ്കിലും വഴിയിലൂടെ സഞ്ചരിക്കുകയാണ്. ആ സഞ്ചരിക്കുന്ന ചുറ്റുവട്ടങ്ങളെല്ലാം ഒരുപാട് ജനങ്ങൾ ജീവിച്ച് കഴിഞ്ഞു പോയതിൻ്റെ ഉദാഹരണങ്ങൾ, ഇടിഞ്ഞു പൊളിഞ്ഞ് അവശേഷിച്ച തറകൾ മാത്രമുള്ള, തൂണുകൾ മാത്രമുള്ള വലിയ വലിയ ബിൽഡിങ്ങുകളുടെ അവശേഷിപ്പുകൾ, ഉപയോഗിക്കാത്ത ബിഇരിൻ മുഅത്തല, ഈ അടുത്ത കാലത്തൊന്നും വെള്ളം അതിൽ നിന്ന് എടുത്തിട്ടില്ല, ആ രൂപത്തിൽ ഉപയോഗശൂന്യമായ പൊട്ടക്കിണറുകൾ, ഇതെല്ലാം അവൻ കാണുന്നു. അവൻ കണ്ടു കഴിയുമ്പോൾ അവന്റെ ചിന്ത പോകുന്നതാണ് പിന്നെ ഖുർആൻ സംസാരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇനി ഇങ്ങനെയൊക്കെ മരിച്ച് ലോകത്ത് നിന്ന് വിട പറഞ്ഞ ആൾക്കാരെ ഇനി എങ്ങനെ രണ്ടാമത് ഇവിടെ നിന്ന് ജീവിക്കുന്നു എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സൂറത്തുൽ ബഖറയിൽ ഒരു സഞ്ചാരിയുടെ ഓർമ്മക്കുറിപ്പിൽ ഖുർആൻ എടുത്തു പറഞ്ഞത്. അപ്പൊ ഇവിടെ പറഞ്ഞത് ആദാനുൻ യസ്മഊന ബിഹാ ഫഇന്നഹാ ലാ തഅമൽ അബ്സാറു, ഒരിക്കലും കാഴ്ചകളെ നിഷേധിക്കാൻ, അന്ധമാക്കാൻ കഴിയില്ല, കാഴ്ചകളെ അവ്യക്തമാക്കാൻ കഴിയില്ല. അവൻ നേർക്കുനേരെ കാണുകയാണ് ഇതോരോന്നും. വലാകിൻ തഅമൽ ഖുലൂബുല്ലത്തി ഫിസ്സുദൂർ, അന്ധത ബാധിക്കുന്നത് ഹൃദയങ്ങളിലുള്ള അല്ലെങ്കിൽ അവന്റെ ഉള്ളിലുള്ള നെഞ്ചകങ്ങളിലാണ്, അവന്റെ മനസ്സുകളിലാണ്. അവലം യസീറു ഫിൽ അർള്, സൂറത്തുൽ ഫാത്തിറിലെ ഒരായത്ത് കൂടി അതിനോട് ചേർത്ത് നമ്മൾ വായിക്കുകയാണ്. അവരെന്താ ഭൂമിയിൽ നടന്ന് കാണാത്തതും സഞ്ചരിച്ച് മനസ്സിലാക്കാത്തതും? ഫയൻളുറു കൈഫ കാന ആഖിബത്തുൽ ലദീന മിൻ ഖബ്ലിഹി, അവിടെയും ഒരു വാക്ക് ഉപയോഗിച്ചു. നിങ്ങളുടെ പൂർവികരുടെ, അവരുടെ പൂർവികരുടെ പര്യവസാനം എങ്ങനെയായിരുന്നു? എല്ലാവരും വലിയവരാണ്. വകാനു അഷദ്ദ മിൻഹും ഖുവ്വത്തൻ, അവർ വളരെ ശക്തരുമായിരുന്നു, അതികേമന്മാർ. വമാ കാന അല്ലാഹു ലിയുഅ്ജിസഹു മിൻ ഷൈഇൻ ഫിസ് സമാവാതി വലാ ഫിൽ അർദ് ഇന്നഹു കാന അലീമൻ ഖദീറ, അല്ലാഹു എല്ലാം അറിയുന്നവനും കഴിവുറ്റവനുമാണ്.
അള്ളാഹുവിനെ അതിജയിക്കാൻ അവർക്കാർക്കും കഴിയുകയില്ല. വലൗ യുആഖിദുല്ലാഹുന്നാസ, അള്ളാഹു മനുഷ്യവംശത്തെ പിടിച്ചിരുന്നുവെങ്കിൽ, ബിമാ കസബു, അവർ ചെയ്യുന്ന ചെയ്തികളുടെ അനന്തരഫലം എന്ന നിലയിൽ പടച്ചവൻ ഈ മനുഷ്യരെ പിടിച്ചിരുന്നുവെങ്കിൽ, മാ തറക്ക അലാ ലഹിരിഹാ മിൻ ദാബത്തിൻ, ഒരൊറ്റ ജീവി പോലും ഈ ഭൂമിയുടെ മുകളിൽ ഉണ്ടാകുമായിരുന്നില്ല. ഈ ഭൂമിയുടെ മുകളിൽ മനുഷ്യരുടെ ചെയ്തികളുടെ വികൃതം എത്ര വ്യാപകമായോ അതിന് അള്ളാഹു പിടിച്ചു ശിക്ഷിക്കുന്നൊരവസ്ഥ അവൻ ക്ഷണികമായി എടുത്തിരുന്നുവെങ്കിൽ ഭൂതലത്തിൽ ഒരൊറ്റ ജീവവർഗവും അവശേഷിക്കുമായിരുന്നില്ല. വലാകിൻ യുഅഖിറുഹും ഇലാ അജലിൻ മുസമ്മ, പക്ഷേ അള്ളാഹു അവൻ നിർണയിച്ച് അടയാളപ്പെടുത്തിയ ഒരവധി വരെ ഈ ജനങ്ങൾക്ക് നീട്ടിക്കൊടുക്കുന്നു. ഫൈദാ ജാഅ അജലുഹും ഫഇന്നല്ലാഹ കാന ബിഇബാദിഹി ബസീറ, അവർക്ക് നിർണയിച്ച അവധി എത്തിയാൽ അള്ളാഹു എല്ലാ കാര്യങ്ങളും കാണുന്നവനും അറിയുന്നവനുമാണ്. അങ്ങനെ ഖുർആനിൽ ഓരോ കാഴ്ചയുടെയും പ്രത്യേകത എന്തിനാണ് ഇതിങ്ങനെ കണ്ടിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് എന്ത് എന്ന് ചിന്തിക്കുന്നിടത്താണ് നമ്മൾ പറഞ്ഞ ആദ്യത്തെ ഹദീദിലേക്ക് വരുന്നത്. നമ്മളിപ്പോ എങ്ങനെയാണ് എന്നതല്ല വിഷയം, നമ്മളെ എങ്ങനെ ആയിത്തീരുന്നു ഭാവിയിൽ എന്നതൊരു വളരെ മൗലികമായ പ്രാധാന്യമുള്ള ഒരു ചിന്തയാണ്. നമ്മുടെ പര്യവസാനം എന്തായിരിക്കും, എങ്ങനെയായിരിക്കും, അത് ഒരുപാട് ആയത്തുകളുണ്ട്. ഖദ് ഖലത്ത് മിൻ ഖബലിക്കും സുനൻ, നിങ്ങൾക്ക് മുൻപ് ഒരുപാട് ജീവിത രീതികൾ ഉണ്ടായിരുന്നു ഈ ലോകത്ത്. നിങ്ങളുടെ മുൻ തലമുറകൾ അവരോരോരുത്തരും ജീവിച്ചത് ഒരേ രീതിയിലും ശൈലിയിലുമല്ല, വ്യത്യസ്തമായ ജീവിത ശൈലിയാണ് അവർക്കുണ്ടായത്. അങ്ങനെയാണ് അവർ ജീവിച്ചത്. ഫസീറൂ ഫിൽ അർള്, അതുകൊണ്ട് നിങ്ങൾ ഭൂമിയിൽ സഞ്ചരിക്കുക. ഫൻളുറൂ കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ, കളവാക്കിയവരുടെ പര്യവസാനം എങ്ങനെയാണ് നിങ്ങളുടെ മുൻപിൽ അവർ അനുഭവിച്ചത് എന്ന് നിങ്ങൾക്കറിയാൻ. അള്ളാഹുവിന്റെ താക്കീതുകൾ കളവാക്കിയ ഒരു ജനതയെ കുറിച്ചാണ്. ഹാദാ ബയാനുൽ ലിന്നാസ്, ഇത് ജനങ്ങൾക്കുള്ള ഒരു വിവരണമാണ്. വഹുദൻ, ഇത് നേർമാർഗത്തിലേക്ക് മനുഷ്യർ നടന്നെടുക്കുവാനുള്ള ഒരു വിവരണം. വമൗഇളത്തുൽ ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങളോടുള്ള ഒരു ഉപദേശവുമാണ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, നിങ്ങൾ ഒന്നുകൂടി നിങ്ങളിലേക്ക് തന്നെ മടങ്ങുന്ന ഒരു ചിന്തയിലേക്ക് അവസാനിപ്പിക്കുന്നു ഈ വിഷയം. സൂറ അൻകബൂത്ത്. അവലം യറൗ കൈഫ യുബ്ദിഉല്ലാഹുൽ ഖൽഖ യുബ്ദിഉല്ലാഹു അൽ ഖൽഖ സുമ്മ യുഈദുഹു, എന്താ അവര് മനസ്സിലാക്കാത്തത്, എങ്ങനെയാണ് അള്ളാഹു ഒരു സൃഷ്ടിപ്പ് രൂപപ്പെടുത്തിയത്, എന്നിട്ടത് ആവർത്തിച്ചത് എങ്ങനെയാണ്. ഒരു സൃഷ്ടി ഉണ്ടാകലല്ല, പിന്നീട് ആ സൃഷ്ടിയുടെ നിന്ന് മറ്റൊന്ന് രൂപപ്പെടുകയാണ്. അങ്ങനെ എല്ലാ ധാന്യങ്ങളും, ഒരു ധാന്യത്തെ നിഷേധിച്ചിട്ട് അതിന് വള്ളി ഉണ്ടാവും, ആ വള്ളിയെ ഇല്ലാതാക്കിയിട്ട് വീണ്ടും ധാന്യം ഉണ്ടാവും. ഓരോ മനുഷ്യരുടെയും ജീവിതമാണ് അള്ളാഹു ഇവിടെ അടയാളപ്പെടുത്തിയത്. ഇന്ന ദാലിക അലല്ലാഹി യസീർ, ഈ സൃഷ്ടിപ്പിന്റെ ആവർത്തനം അള്ളാഹുവിന് എളുപ്പമാണ്. ഖുൽ സീറൂ ഫിൽ അർള്, അതുകൊണ്ട് നീ പറയുക, നിങ്ങൾ ഭൂമിയിൽ സഞ്ചരിക്കുക. ഫൻളുറൂ കൈഫ ബദഅൽ ഖൽഖ സുമ്മല്ലാഹു യുൻഷിഉൻ നശ്അത്തൽ ആഖിറ, എന്നിട്ട് നിങ്ങൾ പഠിക്കണം എങ്ങനെയാണ് സൃഷ്ടിപ്പിന്റെ തുടക്കം, നിങ്ങൾ ഓരോരുത്തരും ഉണ്ടായത് എങ്ങനെയാണ്. ഇനി സുമ്മല്ലാഹു യുൻഷിഉൻ നശ്അത്തൽ ആഖിറ, രണ്ടാമതവൻ നിങ്ങൾക്കൊരു പുനർജീവിതം നൽകുന്നത് എങ്ങനെ എന്ന് നിങ്ങൾ അറിയാൻ വേണ്ടി. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാത്തിനും കഴിവുറ്റവരാണ്. സൂറ അൻആം, സൂറത്ത് നഹ്ല്, സൂറത്ത് നംല്, ഇവിടെയെല്ലാം ഇതേ ആവശ്യം, ഇതേ ആയത്തുകൾ തന്നെയാണ് ഒരു ആവർത്തനം.
അപ്പൊ അവസാനിപ്പിച്ചാൽ മനുഷ്യൻ കാണുന്നതിൽ നിന്ന് അവൻ ആ കാഴ്ച സ്വാംശീകരിച്ചിട്ട് ഇനി എങ്ങനെ ആകണം എന്ന് ചിന്തിക്കുവാൻ ഒരു മനുഷ്യനെ പ്രേരിപ്പിക്കുന്നില്ലെങ്കിൽ, അങ്ങനെ ഒരാളെ ഒരു മാറ്റം വരുന്നില്ല എങ്കിൽ, ഇപ്പൊ ഖബറുകൾ സന്ദർശിക്കുന്നു, അപ്പൊ അവനെ സംബന്ധിച്ച് അവന്റെ ജീവിതത്തെ തിരിച്ചറിയലാണ് ആ കാഴ്ച. ജീവിതത്തിന്റെ പര്യവസാനം ഓർമ്മപ്പെടലാണ്. അപ്പോഴാണ് നമ്മുടെ പൂർവികരെ സംബന്ധിച്ച് ഓർമ്മയുണ്ടാകുന്നത്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഇങ്ങനെ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ 12 ആയത്തുകളിൽ നമ്മളെക്കാൾ ശക്തരും കഴിവുറ്റവരുമായ ഒരു ജനവിഭാഗത്തിന്റെ പര്യവസാനം വളരെ മോശമായിട്ടാണ് അനുഭവിക്കേണ്ടി വന്നത്. അത് ഓരോന്നും പറയുന്നു, ആരെയും എടുത്തു പറഞ്ഞില്ല. അങ്ങനെ ഒരുപാട് നബിമാരുടെ ജനതയാണ് ഇതെല്ലാം. അത് നമ്മൾ വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അള്ളാഹു നാം ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.